നരസിംഹസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹ പെരുമാളിനെ കുറിച്ച് പറയാതെ പോകുന്നത് അസംഭവ്യമായ കാര്യമാണ്. ഉഗ്രരൂപിയായ തെക്കേടത്ത് നരസിംഹ പെരുമാളിനെ കുറിച്ച് നിരവധി കഥകളും ഒട്ടനവധി അനുഭവസ്ഥരുമുണ്ട്. അതിൽ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്ന വേളയിൽ ഒരു വലിയ തീഗോളം ഉണ്ടാവുകയും ആ തീഗോളം ശമിപ്പിക്കാനെന്നോണം അവിടെ നിരവധി ക്രിയകൾ നടത്തുകയും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം. ആ ഉഗ്രരൂപത്തിന്റെ ശക്തി കുറയ്ക്കാനെന്നോണം ഭഗവാന്റെ എതിർദിശയിൽ ഒരു സമചതുര മാതൃകയിൽ ഒട്ടനവധി സൂത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. നരസിംഹ പെരുമാളിന്റെ കോപാഗ്നി ശമിപ്പിക്കുന്നതിനായും ഭഗവാന്റെ വലതുവശത്തായ ദീർഘമായ പടികളിൽ രാമായണ പാരായണം നടത്തിവരുന്നു. അനുഭവസ്ഥരെ കുറിച്ച് പറയുമ്പോൾ ക്ഷേത്ര ജീവനക്കാരടക്കം നിരവധി അനുഭവസ്ഥരാണുള്ളത്. രാത്രികാലങ്ങളിൽ ആ ദിശയിലേക്ക് പോകാൻ തന്നെ പലർക്കും ഭയമാണ്. അവരൊക്കെ പറയുന്നത് അദൃശ്യമായ ഒരു ഭയങ്കരനായ സിംഹത്തിന്റെ സാന്നിധ്യം അവർക്കെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പലപ്പോഴായി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും സിംഹത്തിന്റെ ഗർജനം പലരും കേട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ പോലെ നരസിംഹ പെരുമാളുടെയും പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമാണെങ്കിലും സമതലത്തിന് താഴെയായിട്ടാണ് പ്രതിഷ്ഠ. ജീവദന്തിയിലും വെള്ളിയിലും നിർമ്മിക്കപ്പെട്ട 2 ഹനുമാൻ സ്വാമി വിഗ്രഹങ്ങളുടെ മുന്നിൽ വെച്ചാണ് രാമായണ പാരായണം നടത്തുന്നത്. ശിവേലിക്ക് പത്മനാഭസ്വാമിയെ അനുഗമിക്കുന്ന നരസിംഹമൂർത്തിയുടെ സഞ്ചാരം ഗരുഡ വാഹനത്തിലാണ്.